1986 കൂടരഞ്ഞിയിൽ ഒരാളെ വെള്ളക്കെട്ടിൽ കാൽകൊണ്ട് ചവിട്ടിത്താഴ്ത്തി കൊലപ്പെടുത്തിയെന്നായിരുന്നു മുഹമ്മദ് അലിയുടെ ആദ്യ വെളിപ്പെടുത്തൽ. മുഹമ്മദ് അലി പറഞ്ഞ ദിവസം കൂടരഞ്ഞി സ്വദേശി ദേവസിയുടെ വീട്ടിൽ ജോലിക്ക് വന്ന ഒരാളെ കാണാതായിരുന്നു. 3 ദിവസത്തിന് ശേഷം ഇയാളുടെ മൃതദേഹം തോട്ടിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. കൂടരഞ്ഞിക്കാരനായിരുന്ന മുഹമ്മദ് അലിക്ക് അന്ന് 14 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂവെന്ന് ദേവസ്യ ഓർക്കുന്നു. അവന് നമുക്ക് വലിയ കോണ്ടാക്റ്റ് ഒന്നുമില്ല. പിന്നെ ഇവൻ അന്നവനൊരു കുറഞ്ഞ വയസ്സല്ലേ ഉള്ളൂ. 15 ഒന്നുമില്ല അവന്. ഏകദേശം ഒരു 10-14 വയസ്സിൻ്റെ ചോടയൊക്കെ ഉണ്ടാകാൻ വഴിയുള്ളൂ. പക്ഷെ ഇവനന്നൊന്ന് ഇങ്ങനെ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടില്ലെന്നേ. ഇങ്ങനെ ഇരിക്കുന്ന പയ്യനാ, ഒരു മെല്ലിച്ച് ഇതായിട്ടിരിക്കുന്ന. ഇപ്പോഴും അവൻ അങ്ങനെയാണ്. ഈ വെളിപ്പെടുത്തലിൽ മുഹമ്മദ് അലിയെ തിരുവമ്പാടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ റിമാൻഡിലാണ്. ഇതുകൊണ്ട് തീരുന്നില്ല. മുഹമ്മദ് അലിയുടെ മറ്റൊരു കൊലപാതക വെളിപ്പെടുത്തൽ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യ കൊലപാതകം നടന്ന് 3 വർഷങ്ങൾക്കിപ്പുറം 1989 സെപ്റ്റംബർ 24 കോഴിക്കോട് വെള്ളയിൽ ബീച്ചിൽ വെച്ച് മറ്റൊരാളെ കൂടി കൊലപ്പെടുത്തിയെന്നാണ് മുഹമ്മദ് അലിയുടെ ഏറ്റുപറച്ചിൽ. കോഴിക്കോട് വെള്ളയിൽ ബീച്ചിൽ സുഹൃത്തിനൊപ്പം നിൽക്കുമ്പോൾ പണം തട്ടിപ്പറിക്കാൻ ശ്രമിച്ചയാളെ കൊലപ്പെടുത്തിയെന്നാണ് മുഹമ്മദ് അലിയുടെ രണ്ടാമത്തെ വെളിപ്പെടുത്തൽ. ഈ വെളിപ്പെടുത്തലിനോട് സാമ്യമുള്ള സംഭവം 1989 സെപ്റ്റംബർ 24 നടക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്തതായി കണ്ടെത്തിയതോടെ കേസ് റീഓപ്പൺ ചെയ്തു. വെള്ളയിലെ വെളിപ്പെടുത്തലിൽ ടൗൺ ACP അഷ്റഫിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുകയാണ്. അതേസമയം കൊലപാതക വെളിപ്പെടുത്തൽ നടത്തുന്ന മുഹമ്മദ് അലിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇയാൾ മാനസിക രോഗത്തിന് ചികിത്സ തേടുന്നുണ്ടെന്നും ആന്റണി എന്നായിരുന്നു ആദ്യ പേരെന്നും സഹോദരൻ പൗലോസ് പറയുന്നു. മുഹമ്മദ് അലി പറഞ്ഞ 2 തീയതികളിലും 2 മരണങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിനെ കുഴക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 കേസുകളിലും വിശദമായ അന്വേഷണം നടത്താൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. TK ജോമിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.